Hi dear students, I am Jishnu. Welcome to N School CUT. നമ്മുടെ CUT UGയുടെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഒരുപാട് ദിവസങ്ങളായി നമ്മളിതിങ്ങനെ കാത്തിരിക്കുന്നു, എന്താ വരാത്ത വെച്ചിട്ട്. അപ്പോൾ അവസാനം നോട്ടിഫിക്കേഷൻ കറക്റ്റ് നമ്മുടെ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് തന്നെ വന്നു അല്ലേ? യാതൊരു കാരണവശാലും ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യണം? +2 കഴിഞ്ഞ മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? CUT മസ്റ്റായിട്ട് എഴുതണം എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ കിട്ടാത്ത ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് നല്ല കോഴ്സുകൾ വരെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ +2 ജസ്റ്റ് പാസ്സായാൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എത്താം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിന്നൊന്ന് നോക്കാം. ഒന്നാം തീയതി മുതൽ നമുക്ക് മാർച്ച് 22 വരെയാണ് നമുക്ക് സമയമുള്ളൂ. അതായത് ഈ മാസം 22 വരെ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയമുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ 5000-ന് സീറ്റുകൾ ഇപ്പോഴും അവിടെ കെടുക്കുകയാണ്. ആരും വരാനില്ലാതെ അവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. +2 വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ വളരെ കുറവായതുകൊണ്ടാണ് അവിടെ ഡൽഹി പോലെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്താൻ സാധിക്കാഞ്ഞത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പ്രോപ്പർ വേയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഈ ഒരു CUT അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അറിയാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരും. അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ ക്രൈറ്റീരിയകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ മാർച്ച് 22-ലേക്കൊന്നും നിങ്ങൾ നിൽക്കരുത്. കാരണം അവസാനത്തെ സൈറ്റ് ഡിലേ ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 15-ാം തീയതി അല്ലെങ്കിൽ ഒരു 20-ാം തീയതിയുടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. മാക്സിമം ഒരു 20-ന്റെ ഉള്ളിലെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി ഓൺലൈൻ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റും കൂടി കംപ്ലീറ്റ് ചെയ്താലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ ഫീ പേയ്മെൻറ്റ് കുറച്ച് ഡിലേ വരാറുണ്ട്, എന്തെങ്കിലും ലാഗായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമലി ഒരു ദിവസം കൂടി ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ട് ടൈം തരാറുണ്ട്. അതെല്ലാ വർഷവും നമ്മൾക്ക് CUT തരാറുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ 24 മുതൽ 26 വരെ നമുക്ക് ഇതിൻ്റെ കറപ്ഷൻ വിൻഡോ, അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ 3 ദിവസം 24, 25, 26 ഈ 3 ദിവസത്തിനുള്ളിൽ നമുക്കത് കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ നിൽക്കരുത്. ആദ്യം തന്നെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. ഇതിൽ മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുക യൂണിവേഴ്സിറ്റികളെ ആഡ് ചെയ്യാം. നോർമലി ആദ്യം വരുന്ന സമയത്ത് അധികം യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവാറില്ല. കുറച്ച് കഴിഞ്ഞ് അങ്ങനെ കൂടി വരാറാണ് പതിവ്. അപ്പോൾ ആ സമയത്ത് യൂണിവേഴ്സിറ്റികളും കോഴ്സുകളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമലി നമ്മൾ കറപ്ഷൻ വിൻഡോ എടുക്കാറുള്ളത്. അല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്കുകൾ ഒരു കാരണവശാലും നിങ്ങൾ വരുത്തി വെക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേര്, കോൺടാക്ട് നമ്പർ, മെയിൽ ID അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ എക്സാം ഡേറ്റ്, നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് മെയ് 8 മുതൽ ജൂൺ 1 വരെ. മെയ് 8 മുതൽ ജൂൺ 1 വരെ? ഇപ്പോൾ നോർമലി നീറ്റ് JEE ഒക്കെ എക്സാം നടത്തുന്ന അതേ ഏജൻസി NTA തന്നെയാണ് നമ്മുടെ CUT എക്സാം നടത്തുന്നത്. പക്ഷേ ഈ നീറ്റ് JEE-നേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരുപാട് സ്ലോട്ടുകളായിട്ടാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. CBT മോഡലാണ് നമ്മുടെ എക്സാം വരുന്നത്. അത് ഓരോ സ്ലോട്ടുകളായിട്ട് ഇപ്പോൾ ഒരു ദിവസം 1, 2, 3 സ്ലോട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ അതേപോലെ സ്ലോട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് എക്സാം വരിക. അപ്പോൾ ഓരോ സ്ലോട്ട് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇപ്പോൾ ജനറൽ ടെസ്റ്റ് ഇന്ന് കുറച്ച് കുട്ടികൾക്കാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് നാളെ ആയിരിക്കും, ബാക്കിയുള്ള കുട്ടികൾ അതിന് ശേഷമായിരിക്കും. അങ്ങനെ സെപ്പറേറ്റ് ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്കാണിത്, CUT.NTA.NIC.in. ഈ ഒരു സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ അതിലെന്താണ് നമ്മുടെ ബുള്ളറ്റിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫീ പേയ്മെൻറ്റ് വരുന്നുണ്ട്. CUT/NTA ചാർജ് ചെയ്യുന്ന ഒരു ഫീ പേയ്മെൻറ്റ് ഉണ്ട്. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ, നിങ്ങളൊരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾക്ക് 1000 രൂപ വരും. ഓരോ വർഷം കൂടി കഴിഞ്ഞ വർഷമൊക്കെ 850-900 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ വർഷം അത് 1000 ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ ജനറൽ കാറ്റഗറിയുടെ ഫീ 1000 രൂപയാണ്. 3 സബ്ജക്റ്റിനാണ് കേട്ടോ. നിങ്ങൾക്ക് ടോട്ടൽ 5 സബ്ജക്റ്റ് എടുക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ടോട്ടൽ എത്രയാണ്? 5 സബ്ജക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ 3 സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 1000 രൂപയും, ഇനിയിപ്പോൾ OBC നോൺ ക്രീമി ലെയർ അല്ലെങ്കിൽ EWS ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ 900 രൂപ. ദെൻ SC ST PWD കാറ്റഗറി ഉള്ള ആളുകളാണെങ്കിൽ 800 രൂപ. ദെൻ ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ എത്രയാണ്? 4500 രൂപ. ഇതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ 3 പേപ്പറിന് 3 സബ്ജക്റ്റിന് പുറമെ അഡീഷണൽ നിങ്ങൾ ഏതെങ്കിലും പേപ്പർ എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ പേപ്പറിനും ജനറൽ കാറ്റഗറി ആണെങ്കിൽ 400, OBC ഒക്കെ ആണെങ്കിൽ 375, SC ST ആണെങ്കിൽ 350. ഓരോ പേപ്പറിനും നിങ്ങൾക്ക് അഡീഷണൽ വരുമെന്നുള്ള. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഇപ്പോൾ വരുന്ന ഈ 350-400 രൂപ അഡീഷണൽ വരുന്നത് നിങ്ങൾ ശരിക്കും നോക്കരുത്. മിനിമം നിങ്ങൾ 5 പേപ്പർ തന്നെ നിങ്ങൾ എടുക്കണം എന്നുള്ള. കാരണം നമ്മൾ മാക്സിമം പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ നിങ്ങൾ 3 പേപ്പർ 1000 രൂപയല്ലേ ഉള്ളൂ, 3 പേപ്പർ എനിക്ക് മതി എന്നുള്ളത് നിങ്ങൾ നോക്കരുത്. ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പേപ്പറുകളൊക്കെ എടുക്കേണ്ടത്. ഇപ്പോൾ ഡൽഹി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് 5 പേപ്പർ മസ്റ്റായിട്ട് വേണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈറ്റീരിയകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. കാരണം ഡൽഹി ഒന്നും ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം ഏറ്റവും കൂടുതൽ കോളേജ്, ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ഓക്കെ, ഇപ്പോൾ ഈ 5 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ടോട്ടൽ 37 സബ്ജക്റ്റ് ഉണ്ട്. ടോട്ടൽ എത്ര സബ്ജക്റ്റ് ആണ്? 37 സബ്ജക്റ്റ് നമുക്കുണ്ട്. അതിൽ 13 ലാംഗ്വേജുകളുണ്ട്, 23 ഡൊമൈൻ ഉണ്ട്, ഒരു ജനറൽ ടെസ്റ്റ്. 13 + 13 + 23 + 1 അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ പേപ്പർ വരുന്നത്. ടോട്ടൽ എത്രയാണ്? 37 പേപ്പർ ഉണ്ടായിരിക്കും. ഇതിലൊക്കെ കൂടിയിട്ട് നമുക്ക് 5 പേപ്പറാണ്, 5 സബ്ജക്റ്റ് ആണ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളതുണ്ട്. അതായത് ഇപ്പോൾ ഈ 13 പേപ്പറിൽ ഒന്ന് നമ്മൾ മസ്റ്റായിട്ട് എടുക്കണം അല്ലേ? ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം ഏതാണ് മാക്സിമം ഇംഗ്ലീഷ് ആയിരിക്കും എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും പ്രിഫർ ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഒന്ന് മസ്റ്റായിട്ട് എടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡൊമൈൻ സബ്ജക്റ്റുകൾ നോർമലി 3 ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും, പ്ലസ് ഒരു ജനറൽ ടെസ്റ്റ്. ഇങ്ങനെ ടോട്ടൽ 5 പേപ്പറാണ് നമുക്ക് വരാറുള്ളത്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ മാത്രം പ്രിഫർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ജനറൽ ടെസ്റ്റിന്റെ ആവശ്യം വരണമെന്നില്ല. ചിലപ്പോൾ ഒരു ലാംഗ്വേജ് ഒന്ന് വേണ്ടി വരും, ചിലപ്പോൾ 4 ഡൊമൈൻസ് ആയിരിക്കും വരിക. അങ്ങനെ 5 പേപ്പർ എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് വേണ്ട, 4 ഡൊമൈനും പ്ലസ് ഒരു ജനറൽ ടെസ്റ്റ് മാത്രം എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ 5 ആവാറുണ്ട്. അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. മാക്സിമം നിങ്ങൾ ഇതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുക ഏറ്റവും ബെറ്റർ. കാരണം മാക്സിമം യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമായിട്ട് വരിക ഇംഗ്ലീഷ് മസ്റ്റായിട്ട് ആവശ്യമാണ്, അതേപോലെ ജനറൽ ടെസ്റ്റ് മസ്റ്റായിട്ട് ആവശ്യമാണ്. ദെൻ 3 ഡൊമൈൻ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്ന +2 പഠിക്കുന്ന സബ്ജക്റ്റുകളാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ. 23ഓളം ഡൊമൈൻ സബ്ജക്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യേണ്ടതുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ കൃത്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം എന്ത് മക്കളെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇത്ര 13ഓളം ലാംഗ്വേജുകളിൽ നമുക്ക് എക്സാം എഴുതാം എന്നുള്ളത്. മലയാളം ഉൾപ്പെടെ നമുക്ക് എന്താണ്, മലയാളത്തിൽ ഉൾപ്പെടെ നമുക്ക് എക്സാം എഴുതാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ ഓരോ സബ്ജക്റ്റുകൾക്കും കഴിഞ്ഞ വർഷമൊക്കെ ഓരോ പേപ്പറുകൾ ഇപ്പോൾ 50 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 45 അറ്റൻഡ് ചെയ്താൽ മതി. അതേപോലെ ജനറൽ ടെസ്റ്റ് 60 എണ്ണത്തിൽ 50 അറ്റൻഡ് ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. എല്ലാ പേപ്പറുകൾക്കും എത്രയാണ്, 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കാം. 50 ക്വസ്റ്റ്യനിലും 50 ക്വസ്റ്റ്യനും നമ്മൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. 50 ക്വസ്റ്റ്യനും കമ്പൽസറി ആണ്. ഓക്കെ, അത് നമ്മൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് വരുന്നത് 5 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 5 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ തെറ്റായി കഴിഞ്ഞാൽ എന്താണ്, 1 മാർക്ക് നമുക്ക് എന്താണ്, അതിൽ നെഗറ്റീവ് മാർക്ക് 1 മാർക്ക് വരും ചെയ്യും. ഓക്കെ, ദെൻ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ദെൻ നിങ്ങൾക്കറിയാം CBT മോഡൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എന്ത് നമ്മുടെ CUT വരുന്നത് എന്നുള്ളത്. ഈ 50 ക്വസ്റ്റ്യന് നമുക്ക് ലഭിക്കുക എത്ര മിനിറ്റ് ആണ്, 60 മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. 50 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 60 മിനിറ്റ് ആണ് നമുക്ക് ലഭിക്കുക. പിന്നെ ഇതിൽ എല്ലാത്തിലും പറയുന്നുണ്ട് എന്താണ്, യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓരോ യൂണിവേഴ്സിറ്റിക്കും എന്താണ്, ഓരോ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് എന്ത് നമ്മുടെ കോഴ്സും നമ്മൾ സബ്ജക്റ്റുകളൊക്കെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്നുള്ളതൊക്കെ എന്താണ് CUT ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. CUTNTA.nic.in ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് അതിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, യൂണിവേഴ്സിറ്റികളാണെങ്കിലും അതേപോലെ കോഴ്സുകളാണെങ്കിലും എല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് എന്താണ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എക്സാം സെൻറ്റർ കേരളത്തിലുള്ള സെൻറ്ററുകൾ 17 സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഉൾപ്പെടെ മൂവാറ്റുപുഴ ഉൾപ്പെടെ 17 സെൻറ്ററുകളാണ് എന്ത് കേരളത്തിൽ. ടോട്ടൽ 17 സെൻറ്റർ ഉണ്ട്. അതായത് ഓരോ ജില്ലകളിലും ഓരോ സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആദ്യ എക്സാമുകൾക്കൊക്കെ എന്താണ് എല്ലാ ജില്ലകളും സെൻറ്റർ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നിടത്തല്ല കിട്ടിയിരുന്നതൊക്കെ. പക്ഷെ ഇപ്പം എന്താണ് കറക്റ്റ് NTA എന്താണ് അതിലൊക്കെ എന്താണ് വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സെൻറ്റർ നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലയിൽ തന്നെ എന്താണ് നിങ്ങൾക്ക് എക്സാം എഴുതും ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയെന്നുള്ളത്. നിങ്ങൾക്ക് ആധാർ കാർഡ് മസ്റ്റായിട്ട് വേണം. ആധാർ കാർഡ് ഇപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട്, എൻ്റെ പഴയ ആധാർ കാർഡാണ്, എൻ്റെ ഫോട്ടോ അതിൽ ശരിയാ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവർ നമ്പർ മാത്രമാണ് ചോദിക്കുന്നത്. ആ നമ്പർ വെച്ചിട്ട് നമുക്ക് എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലൊന്നും വേണ്ട, ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താണ് ഒന്ന് കൊണ്ടുവരണം. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അതേപോലെ +2ൻ്റെ രജിസ്റ്റർ നമ്പർ. ഇപ്പോൾ +2 നിങ്ങൾക്ക് എക്സാം പാസ്സായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് അപ്പിയറിംഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. പക്ഷേ എന്താണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് രജിസ്റ്റർ നമ്പറും ഉണ്ടായിരിക്കും. +1ലും +2ലും ഒരേ രജിസ്റ്റർ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു രജിസ്റ്റർ നമ്പർ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ SSLC സ്കൂൾ പിൻകോഡ്, അതായത് SSLC നിങ്ങൾ ഏത് സ്കൂളാണോ പഠിച്ചത് ആ സ്കൂളിൻ്റെ പിൻകോഡ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതേപോലെ +2 നിങ്ങൾ ഏത് സ്കൂളാണോ പഠിക്കുന്നത് ആ സ്കൂളിൻ്റെ പിൻകോഡ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ജോലിയും അതേപോലെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ദെൻ ഇമെയിൽ ID ഒന്നും നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇമെയിൽ ID അതേപോലെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഇതൊന്നും നിങ്ങൾ വേറെ ആളുകളുടെ കൊടുക്കരുത്. നിങ്ങൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും മെയിൽ ID വേണം എന്താണ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, ഇനിയിപ്പോൾ മെയിൽ IDയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. മെയിൽ ID ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഓക്കെ, ദെൻ അതേപോലെ റേഷൻ കാർഡ് APL BPL ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്
റേഷൻ കാർഡ് നിങ്ങൾ മസ്റ്റായിട്ട് കൊണ്ടുപോകണം. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങളുടെ സിഗ്നേച്ചർ വേണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ നോർമലി അവർ പറയുന്നുണ്ട് ഒരു 6 മാസം മുന്നേ എടുത്ത ഫോട്ടോ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പ്രയാസമാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താണ് അപ്പം തന്നെ ഒരു ഫോണിൽ എടുത്ത ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും എന്താണ് അതും എടുത്ത് വെക്കുക. ഇല്ലാത്തവർ ഒന്ന് സ്റ്റുഡിയോ പോയിട്ട് എടുത്ത് വെക്കാം. സിഗ്നേച്ചർ ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അടുത്തതാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. OBC കാറ്റഗറി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമാണ്. അത് കൃത്യമായിട്ട് എന്താണ് നിങ്ങൾ എടുത്ത് വെക്കണം. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടില്ലെങ്കിലും നമുക്ക് എന്താണ് അത് മസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അക്ഷയയിൽ പോയിട്ട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വില്ലേജിൽ നിന്നല്ല, താലൂക്കിൽ നിന്നുള്ള തഹസിൽദാറിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. പല ആളുകളും വില്ലേജിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ എടുക്കാറുണ്ട്. അത് നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ നിങ്ങൾ താലൂക്കിൽ നിന്നുള്ള തഹസിൽദാറിൽ നിന്നുള്ള നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ SC/ST കാറ്റഗറി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റും കൂടി ആവശ്യമാണ്. അതും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തു വെക്കണം. ഇപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനൊക്കെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് 1 വർഷം വാലിഡിറ്റി ഉള്ളൂ, പക്ഷേ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷം വരെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് 3 വർഷത്തിനുള്ളിൽ എടുത്തു വെച്ചതാണെങ്കിൽ നിങ്ങൾക്ക് അത് മതി. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെ നമ്പർ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരും. CUTയുടെ ഓൺലൈൻ ബാച്ചും ഓഫ്ലൈൻ ബാച്ചും ഒക്കെ നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓൺലൈൻ ബാച്ച് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ +2 കുട്ടികളുടെ എക്സാം ആയതുകൊണ്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിറക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ നമ്മൾ ആ ഓൺലൈൻ ബാച്ച് നമ്മൾ ആരംഭിക്കും. ഇനി ആർക്കെങ്കിലും CUT ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 8593070008 എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും +2 നിങ്ങൾ +2 പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ CUT എക്സാം എഴുതണം. എക്സാം എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.